ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുഷ്പ 2 എങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി മാറിയെന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. പുഷ്പ 2 ബ്ലോക്ക് ബസ്റ്റർ ആവാനുള്ള കാരണം അഫ്കോഴ്സ് എല്ലാവർക്കും അറിയുന്ന പോലെ പുഷ്പ 1 ആണ്. പുഷ്പ 1 എല്ലായിടത്തും അത്യാവശ്യം ഹിറ്റായിരുന്നു. കേരളത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹിറ്റ് തന്നെയായിരുന്നു. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അത് ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. പുഷ്പ 1 ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് നോർത്ത് ഇന്ത്യയിലാണ്. പുഷ്പ 2 ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഇത്രയ്ക്കും വലിയ സക്സസ് ആയത് എന്നാണ് ഇന്നത്തെ വീഡിയോ. അല്ലു അർജുൻ്റെ അല്ലു വൈകുണ്ഠപുരം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി അത്യാവശ്യം ഭയങ്കര ഹിറ്റായിരുന്നു. അത് പുഷ്പ 1ൻ്റെ മുന്നേ ഇറങ്ങിയ മൂവിയാണ്. എല്ലാവരും കണ്ടിട്ടുള്ള മൂവിയാണ്. എല്ലാവരും OTTയിൽ കണ്ടിട്ടുണ്ടാവും. അന്ന് കൊറോണയൊക്കെയുള്ള സമയത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുഷ്പ 1 ൻ്റെ ടീസർ ഇറങ്ങുന്നത്. ഭയങ്കര വലിയ നല്ല നല്ല രീതിക്ക് ഉള്ള റെസ്പോൺസ് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഓരോ സോങ്സ് വെച്ച് ഇറങ്ങാൻ തുടങ്ങി. നമ്മുടെ രശ്മിക മന്ദാന സ്വാമി സ്വാമി പാട്ട് അത് ഭയങ്കര വലിയ ഹിറ്റായിരുന്നു. പിന്നെ ശ്രീവല്ലി എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ പുഷ്പ 1ൻ്റെ ട്രെയിലർ ഇറങ്ങി. അത് ഭയങ്കര വലിയ ഹിറ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇറങ്ങിയതായിരുന്നു നമ്മുടെ എല്ലാവൻ്റെ ഫേവറേറ്റ് അണ്ടവാമ. അണ്ടവാമാമ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഞാൻ പറയണ്ടല്ല, പാട്ടിനെ കുറിച്ചിട്ട് ഭയങ്കര വലിയ ബ്ലോക്ക് ബസ്റ്റർ സോങ് ആയിരുന്നു. അത് എല്ലായിടത്തും പാൻ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിൽ പോലെ ഗഹസാല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പാട്ട്. അവിടെയും ഭയങ്കര വലിയ തരംഗമായിരുന്നു. അങ്ങനെ ഈ പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായും ചെയ്തു. ട്രെയിലർ ഇറങ്ങി. ട്രെയിലർ ഭയങ്കര വലിയ റെസ്പോൺസ് കിട്ടി. അങ്ങനെ പടം റിലീസായിട്ട് കേരള ഓഡിയൻസിന് അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ഇത് നമ്മൾ KGF കണ്ട ഏകദേശം അതേപോലത്തെ സ്റ്റോറി തന്നെയാണ്. KGF സ്വർണം, ഇതിൽ ചന്ദനം, രക്തചന്ദനം. അത്രയേ ഉള്ളൂ വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയാനാണെങ്കിൽ. അതുകൊണ്ട് തന്നെ പിന്നെ ആവശ്യമില്ലാത്ത ശ്രീവലിയും പുഷ്പയും തമ്മിലുള്ള റൊമാൻസൊന്നും ആൾക്കാർക്ക് കണക്റ്റ് ആയിട്ടില്ല. പിന്നെ ഭയങ്കര വൾഗറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ 3 വർഷത്ത് കഴിഞ്ഞിട്ടാണ് പുഷ്പ 2 റിലീസാവുന്നത്. അതിൽ പുഷ്പ 2 റിലീസാവുന്നതിൻ്റെ 8 മാസം മുന്നേ തന്നെ ഇവർ പ്രമോഷന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങി. ഇവർ ഒരു ടീസർ എന്ന് പറഞ്ഞിട്ട് പുറത്ത് വിട്ടു. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടി. പിന്നെ ഒരു ചെറിയൊരു ഗ്ലിംസ് പുറത്തിട്ട് എന്നിട്ടാ ഒരു സാരി എടുത്തിട്ടുള്ളൊരു പുഷ്പ ടീസർ. അത് കേരളത്തിൽ നല്ല ട്രോൾ മെറ്റീരിയലാണെങ്കിലും കൂടി അത് ആ ടീസർ ഉണ്ടാക്കിയ ഓളം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് 100 മില്യൺ വ്യൂസായിരുന്നു ആ ടീസറിന് കിട്ടിയത്. ഒരു മലയാള പടത്തിന് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു മലയാള സിനിമയ്ക്ക് എൻ്റെ ടീസർ അല്ലെങ്കിൽ ട്രെയിലറിന് 24 മണിക്കൂർ കൊണ്ട് 100 മില്യൺ അടിക്കണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരിൻ്റെ ഈ മൂവി ഇൻഡസ്ട്രീൻ്റെ ഒക്കെ റേഞ്ച് എന്ന് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഈ സിനിമേൻ്റെ എന്താ പറയുക, ട്രെയിലർ പുറത്ത് വിടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ട്രെയിലർ പുറത്ത് വിടുന്നത്. ട്രെയിലറും ഭയങ്കര വലിയ ഹിറ്റായി. എല്ലാവർക്കും അത്യാവശ്യം എക്സ്പെക്റ്റേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉറപ്പിച്ചു. പിന്നെ കണ്ട ഡാർക്ക് ഫാൻറ്റസിയും ലെയ്സിൻ്റെ മാക്സിൻ്റെ ആണെങ്കിലും പിന്നെ ഫ്രീ ഫയറിൻ്റെ അങ്ങനെ ഓരോരോ കമ്പനിയിൽ നിന്ന് പ്രൊമോഷൻസ് ആയിട്ട് നല്ല രീതിക്ക് ഈ പടത്തിനെ മാർക്കറ്റ് ചെയ്തു. അപ്പം നോർത്ത് ഇന്ത്യൻസിനാണ് ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. അത് കാരണം ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ വളരെയധികം കൂടുതലാണ്. പിന്നെ പുഷ്പ 1 നോർത്ത് ഇന്ത്യൻസിൽ ഭയങ്കര വലിയ ഹിറ്റുമാണ്. ട്രെയിലർ പുറത്തിറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം കിസിക്ക് സോങ് പുറത്തിറങ്ങിച്ച് അത് അത്ര ആൾക്കാർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ പീലിംഗ് സോങ്. പിന്നെ ഇവരിൻ്റെ പ്രമോഷൻസ് എന്ന് പറയുന്നതാണെങ്കിൽ ഓരോരോ ഇവൻ്റ് ഓരോരോ രാജ്യത്ത് വയ്ക്കുകയാണ്. ബീഹാറിൽ ട്രെയിലർ ലോഞ്ച്, പിന്നെ തമിഴ്നാട്ടിൽ മറ്റേ സോങ് റിലീസ്, പിന്നെ നമ്മുടെ കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ എറണാകുളത്ത് വന്നതിന് ശേഷം മറ്റേ ഇത് പുറത്ത് വിടുന്നു, മല്ലിക വാളങ്ങളുടെ അമ്പുകൾ, പീലിങ്സ് സോങ്ങിൻ്റെ റിലീസ്. അങ്ങനെ ഇവർ പ്രൊമോട്ട് ചെയ്ത രീതി ഒരു സിനിമ ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. അങ്ങനെ വലിയ മാർക്കറ്റിംഗ് ആയിരുന്നു ഇവർ ചെയ്തത്. അങ്ങനെ ഈ സിനിമ
പുറത്തിറങ്ങി. കേരളത്തിൽ ഡിസാസ്റ്റർ ആയിരുന്നു, പക്ഷെ തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം ഹിറ്റായിരുന്നു. തമിഴ്നാട്ടുകാർക്കൊക്കെ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നോർത്ത് ഇന്ത്യൻ പിന്നെ പറയണ്ട. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫസ്റ്റ് ഡേ തന്നെ ഏതൊരു തിരക്ക് കാരണം, ക്രൗഡ് ഇഷ്യൂ കാരണം തെലുങ്കാനയിൽ ഒരു പെണ്ണ് മരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ഇതിൽ നമ്മുടെ അല്ലു അർജുൻ ജയിലിൽ പോകുന്നു. അതൊക്കെ ഇങ്ങനെ പ്രമോഷൻ്റെ പോലെ തന്നെ ഈ സിനിമ ഇങ്ങനെ പോവുക, മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ സിനിമേൻ്റെ റിവ്യൂവേഴ്സ് വന്ന് നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര വലിയ സക്സസ്. പിന്നെ ഓരോരോ കളക്ഷൻ റിപ്പോർട്ട് ഇങ്ങനെ ഓരോരോ പോസ്റ്റേഴ്സായിട്ട് അടിച്ചിറക്കുന്നു. ഇങ്ങനെ ഈ സിനിമ ഭയങ്കര വലിയ കളക്ഷനിലെത്തി. ഇങ്ങനെയാണ് ഗൈസ് പുഷ്പ 2 ഇത്രയ്ക്ക് വലിയ സക്സസ് ആയത്. ഗ്വാ.